റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ശ്രീ ഉപേന്ദ്രനാരായണൻ. നമ്മൾ രാവിലെയും അപകട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഉച്ചയ്ക്ക് ശേഷവും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. മൂന്നിടത്താണ് ഇന്നിപ്പോൾ അപകടം ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അതൊന്ന് മൂന്നാറിൽ ഈ കുട്ടികളുമായി പോയ വിനോദസഞ്ചാരികളായ കുട്ടികളുമായി പോയ ഒരു ജീപ്പ് മറിഞ്ഞുള്ളൊരു അപകടമാണ്. നിസ്സാര പരിക്കുകളാണ് എന്നുള്ളൊരു ആശ്വാസകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപക്ഷെ ഈ വണ്ടി തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ ഡ്രൈവറിന് ആ പ്രദേശത്തിൻ്റെ ഒരു പരിചിതക്കുറവുണ്ടാകാം. ആ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടു എന്നറിയില്ല. ജീപ്പ് തലകീഴായി തന്നെ ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്നൊരു ദൃശ്യമാണ് കാണുന്നത്. അത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ ഈ സ്പീഡ് കൂടുതലും റോഡ് അറിയാത്തതുമായത് തന്നെ ആയില്ലേ കാരണം? അതെ അതെ, നമസ്കാരം. എന്നെ ക്ഷണിച്ചതിലും എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ അവസരം തന്നതിൽ നന്ദിയുണ്ട്. ഈ നമ്മുടെ റോഡ് ടെറൈൻ എന്ന് പറയുന്നത് ഡ്രൈവറുടെ റിയാക്ഷൻ ടൈം, അതായത് ഒരു അലേർട്ട്നെസ് ഡ്രൈവറിൽ ഉണ്ടാക്കാനുള്ള ഡിസൈനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ അപകടത്തിൽപ്പെടും. കാര്യം നമ്മൾ ഡ്രൈവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുത്തനെയുള്ള ഇറക്കം, ആ ഇറക്കത്തിനകത്തൊരു വളവ്. അപ്പൊ അതാണ് കണമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിലെ അപകടത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതേമാതിരി 100 കണമലകളാണ് മൂന്നാറ്, മാട്ടുപ്പെട്ടി അങ്ങനെയൊക്കെയുള്ള ഹില്ലി ടെറൈനിൽ ഉണ്ടാകുന്നത്. അത് സ്ഥിരമായിട്ട് വരുന്ന ഡ്രൈവർക്ക് മാത്രമാണ് അവിടുത്തെ ആ ടെറൈനിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. പുതുതായിട്ട് വരുന്ന, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടുവരുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മളുടെ വാഹനത്തിന്റെ ഫിറ്റ്നസ്, അതായത് റോഡ് വർത്തി കണ്ടീഷൻ ആണോ, എല്ലാ ടയറും കണ്ടീഷൻ ആണോ, ബ്രേക്ക് സഫീഷ്യന്റ് ആണോ, എഫക്റ്റീവ് ആണോ, കൂടാതെ ഡ്രൈവറുടെ സ്വഭാവം, ഈ മുൻകോപിയായ ഡ്രൈവർ അല്ലെങ്കിൽ പെട്ടെന്ന് വിഡ്ഢിത്തം കാണിക്കുന്ന ഡ്രൈവർ ആണോ എന്നൊക്കെ കുട്ടികളെ കയറ്റി വിടുന്നതിന് മുമ്പ് രക്ഷകർത്താക്കൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇയാളുടെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒന്ന് പരിശോധിക്കണം. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്കുണ്ട്. പല രക്ഷകർത്താക്കളും കുട്ടികളെ ഇപ്പോൾ ഒരു ടൂറിന് പോകുന്നു, പിക്നിക്കിന് പോകുന്നു, അവരെ ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ വാനിലും ജീപ്പിലും ഒക്കെ കയറ്റി വിടുമ്പോൾ, സന്തോഷത്തോടെ വിടുമ്പോൾ അവർ അപകടത്തിൽ പെടുമോ എന്നുള്ള സംശയം കൂടി അവർക്ക് വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ ഫിറ്റ്നസിനെ പറ്റി, ഇൻഷുറൻസിനെ പറ്റി, ടയറിനെ പറ്റി, ഡ്രൈവർ ഏബിൾ ആണോ, എക്സ്പീരിയൻസ്ഡ് ആണോ, ഇങ്ങനെയുള്ള ഹില്ലി ടെറൈനിൽ നേരത്തെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇതിന്റെ രക്ഷകർത്താക്കൾക്കും ഉണ്ട്, ജനങ്ങൾക്കും ഉണ്ട്, പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിലെ 1.25 കോടി വാഹനങ്ങളുടെ പുറകിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ജനങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ് റോഡ് സുരക്ഷ. മറ്റൊരു അപകടം കോട്ടയത്ത് നടന്നതാണ്. നമുക്കറിയാം ഈ ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ രാപ്പകലില്ലാതെ ശബരിമല തീർത്ഥാടകർ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചൊരു കാറാണ്, അതും റോഡ് സൈഡിൽ ഈ കടകളുടെ അടുത്തേക്കാണ് പോയി വീണിരിക്കുന്നത്. എങ്ങനെ ആ അപകടം നടന്നു എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും 5 യാത്രക്കാരുണ്ടായിരുന്നത്, അവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതെ, ഇന്നലെ നമ്മുടെ സ്റ്റേറ്റിൽ മുഴുവൻ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ മഴ ഒരു വില്ലനാണ്. പ്രത്യേകിച്ച് രാത്രി കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന മാതിരി വേഗത്തിൽ ഓടിക്കുക, വളവുകൾ അമിതമായ വേഗത്തിൽ വളവുകൾ ഡ്രൈവ് ചെയ്യുക, ഇതൊക്കെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒന്നാമത് ഈ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിലെ മിക്ക റോഡുകളും BMC ചെയ്തേക്കുന്നതാണ്. അവിടെ BMCയുടെ അർത്ഥം അറിയാമല്ലോ, ബിറ്റുമിൻസ് മെക്കാഡം ആൻഡ് ആസ്ഫാൾട്ട് കോൺക്രീറ്റ് റോഡുകളാണ്. അത് കണ്ണാടി പോലെയുള്ള ഉപരിതലമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയുടെ മേൽ വണ്ടി ഓടിക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും, സ്കിഡ് ചെയ്തു പോകും. അപ്പോൾ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കർവിലൊക്കെ. അതിന് ഡ്രൈവർമാര് അതായത് എക്സ്പീരിയൻസ് ഡ്രൈവർമാർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഗിയറിൽ നിന്ന് അടുത്ത ഗിയർ ഡൗൺ ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ത്രോട്ടിൽ കൊടുക്കാതെ ഒരു മിനിമം സ്പീഡിൽ വണ്ടി കർവ് എടുത്തു കഴിഞ്ഞാൽ അപകടത്തിൽ പെടില്ല, സ്കിഡ് ചെയ്ത് പോവില്ല. അത് ശബരിമല സീസൺ ആയതുകൊണ്ട് പല വാഹനങ്ങളും അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ മഴയില്ലാത്ത സ്റ്റേറ്റാണ് ആന്ധ്ര. കർണാടകയിൽ പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട്. അപ്പൊ അവർക്ക് ഡ്രൈ സർഫസിൽ കൂടെ ഓടിച്ചുള്ള പരിചയം മാത്രമാണ്. കേരളത്തിൽ വരുമ്പോഴാണ് ഈ മഴക്കെടുതി മൂലമുള്ള ഡ്രൈവിംഗ് അപകടങ്ങൾ കൂടുതലായിട്ടുള്ളത്.
ശരി, വളരെ നന്ദി ശ്രീ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.